വിവിധ വിഷയങ്ങളെ സംവാദാത്മകമായി പരിശോധിക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രൂരകൃത്യങ്ങളാണ് ആദ്യം ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർബന്ധത്തെ തുടർന്ന് ഗർഭഛിദ്രം നടത്തിയത് 2 യുവതികളാണ്. പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പുറത്തെത്തുകയാണ്. കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവരികയാണ്. കേരളത്തിനകത്തും പുറത്തുമായി ഗർഭഛിദ്രം നടത്തി. ആശുപത്രി രേഖകൾ ഇൻ്റലിജൻസ് ശേഖരിച്ചു. ഇരയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം നിയമോപദേശം തേടുന്നുണ്ട്. ഇരയെ ഇത്തരത്തിൽ മൊഴി തനിക്കെതിരാകാതിരിക്കാനുള്ള സമ്മർദ്ദം കൂടി ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് രൂപപ്പെടുന്നു എന്നുകൂടി ക്രൈംബ്രാഞ്ചിനുണ്ട്. അതാണ് ഈ കേസ് അന്വേഷണത്തിലെ ഇനിയുള്ള ഒരു പ്രതിസന്ധി വെല്ലുവിളി എന്നത്. പക്ഷേ പഴുതടച്ചാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. ആദ്യം നമുക്ക് ഈ റിപ്പോർട്ടൊന്ന് കാണാം. എംഎൽഎക്കെതിരായ പീഡന പരാതികളിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. തെളിവുകൾ നിരവധിയുണ്ടെങ്കിലും ഇരയുടെ പരാതിയില്ല എന്നതാണ് രാഹുലും കോൺഗ്രസും ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ കേസിൽ രാഹുലിനെതിരെ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു കഴിഞ്ഞു. നിലവിലെ 10ഓളം പരാതികളിൽ 2 പെൺകുട്ടികളെ രാഹുൽ നിർബന്ധപൂർവ്വം ഗർഭഛിദ്രം നടത്തിയതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചു. ഇതിൽ ഒരു പെൺകുട്ടിയെ കേരളത്തിന് പുറത്തെത്തിച്ചാണ് ഗർഭഛിദ്രം നടത്തിയത്. ഇത് സംബന്ധിച്ച ആശുപത്രി രേഖകൾ ഇന്റലിജൻസ് ശേഖരിച്ചു. പരാതികളുണ്ടെങ്കിലും ഇരയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കുമേൽ ശക്തമായ സമ്മർദ്ദമുള്ളതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭഛിദ്രത്തിന് വിധേയരായ 2 പേരുടെയും മൊഴിയെടുക്കാൻ സാവകാശം തേടും. യുവതികൾ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ തുടർന്നുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് നിയമോപദേശം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം കേസിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ലൈംഗിക പീഡന കേസിൽ പ്രതിയാണെന്ന കാര്യം നടപടിക്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സ്പീക്കറെ അറിയിച്ചു. രാഹുലിന്റെ കേസിന്റെ വിശദാംശങ്ങളും FIR വിവരങ്ങളുമാണ് സ്പീക്കർക്ക് രേഖാമൂലം നൽകിയത്. പിന്നാലെ നിർണായകമായ തെളിവുകൾ കൂടി അന്വേഷണ സംഘം ശേഖരിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനും കോൺഗ്രസിനും കുരുക്കുമുറുകുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുകയാണ്. കമലേഷ്, സാധാരണഗതിയിൽ പുറത്തെത്തുന്ന ആരോപണം, അതേ സംബന്ധിച്ച് ആ ആരോപണത്തെ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഔചിത്യം അനുസരിച്ച് അതിനെ ആരോപണമായി തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അങ്ങനെയല്ല. തെളിവുകളുടെയും ഓഡിയോ റെക്കോർഡുകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും ഒക്കെ തെളിവുകളോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ പുറത്തെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കാര്യങ്ങൾ നേരത്തെ തന്നെ കേരള സമൂഹത്തിന് ബോധ്യമായതാണ്. പക്ഷേ അതിലെ സാങ്കേതിക അർത്ഥത്തിൽ നിയമപരമായി ഇരകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ട വശങ്ങൾ അതാണ് ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ? അജിംഷാദ്, ഈ മറ്റ് കേസുകൾ, അതായത് നേരത്തെയും പലതരത്തിലുള്ള കേസുകൾ പല രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും പരാതികളായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത്തരം പരാതികളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇതിൽ പരാതി മാത്രമാണ് ഇല്ലാത്തത്, ഇതിൻ്റെ തെളിവുകൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അത് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലുമുണ്ട്. ഈ തെളിവുകൾ നേരത്തെ തന്നെയുണ്ട്. പക്ഷേ നിലവിലിപ്പോൾ കൂടുതൽ തെളിവുകൾ അവർ ശേഖരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പ്. ഏതായാലും ഈ വിഷയത്തിൽ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ട് പോലും ഒരു നടപടിയെടുക്കാൻ നമുക്ക് കഴിയാത്തത് ഇരയുടെ പരാതിയോ മൊഴിയോ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ നിലവിലിപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ഈ ഇരകളാക്കപ്പെട്ട യുവതികളുടെ മൊഴി എങ്ങനെയെങ്കിലും രേഖപ്പെടുത്താൻ കഴിയുമോ, അവരിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഏതായാലും ഈ പെൺകുട്ടികൾ ആരാണ് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ സൂചന പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. നിലവിലിപ്പോൾ രാഹുലിന് അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുപോകുന്ന നിലയിലേക്കുള്ള തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചത് എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. 2 യുവതികളെ രാഹുൽ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് വിധേയരാക്കി എന്നതിൻ്റെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലൊരാളെ കേരളത്തിൽ വെച്ച് ഗർഭഛിദ്രം നടത്തിയപ്പോൾ ഒരാളെ കേരളത്തിന് പുറത്തെത്തിച്ചാണ് ഈ ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് സാഹചര്യം.
ഇതിൻ്റെ ആശുപത്രി രേഖകൾ, ചികിത്സാ രേഖകളെല്ലാം തന്നെ ഇൻ്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ളത് ഈ ഇരകളാക്കപ്പെട്ട യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് അവർ തയ്യാറാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാൻ യുവതികൾ തയ്യാറാകുന്നില്ലെങ്കിൽ എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം, അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമോപദേശം തേടുന്നു എന്നുള്ളതാണ്. ശരിയാണ്. കമലേഷ് തെക്കേക്കാടാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം AH ഹാഫിസ്, കേരള കോൺഗ്രസ് എം നേതാവ്, ഒപ്പം ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലൂക്കോസ് എന്നിവർ ചേരുന്നുണ്ട്. ഒപ്പം നാസർ കൊളായി CPIM നേതാവും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇപ്പോൾ കമലേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി എന്നത്, വെല്ലുവിളി എന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഈ പെൺകുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മൊഴി നൽകാനാകുമോ? തെളിവുകളൊക്കെ ലഭിച്ചു, കൃത്യമാണ്, ആശുപത്രി രേഖകളുണ്ട്, ഒക്കെയുണ്ട്. മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു 2 പെൺകുട്ടികളെയാണല്ലോ ഗർഭചിത്രത്തിന് വിധേയമാക്കിയത് നിർബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ഒരു സംഭവം പുറത്തെത്തിയിരുന്നു. അത് പക്ഷേ ആരോപണമായാണ് ആദ്യഘട്ടത്തിൽ പുറത്തെത്തിയിരുന്നത്. അതിനുശേഷം കുറച്ച് ദിവസം അപ്രത്യക്ഷനായ രാഹുൽ മാങ്കൂട്ടം, മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായ രാഹുൽ മാങ്കൂട്ടം പിന്നീട് വളരെ കോൺഫിഡൻസോടുകൂടി രംഗത്തെത്തുകയാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ വ്യാജമായ വാർത്തകളാണ് എന്ന്. പക്ഷേ അവിടെ സെറ്റിൽമെൻറ്റ് നടന്നിട്ടുണ്ട്. ആദ്യത്തേത്, അതിന് കൂട്ടുനിന്ന സ്ഥാപനങ്ങളുണ്ടോ, അതിന് കൂട്ടുനിന്ന വ്യക്തികളുണ്ടോ എന്നതൊക്കെ ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ച തെളിവിൽ 2 പെൺകുട്ടികളെയാണ് ഈ നരാധമ പ്രവർത്തിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 2 പെൺകുട്ടികളെയാണ് 2 പെൺകുട്ടികളെയാണ് ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയത്. തീർച്ചയായും അതാണ് ഈ വിഷയങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രാവിറ്റി എന്നത്. ഞാൻ AH ഹാഫിസിലേക്ക് പോകുമ്പോൾ, ഹാഫിസ് താങ്കളൊരു പരാതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴിയും നൽകി, ചില ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ആ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയൂ. അല്ല, ഇപ്പോൾ ഈ പരാതി ഞാൻ ഓഡിയോ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട സമയത്ത് അല്ല ഞാൻ പരാതി കൊടുത്തത്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്തയാകുന്നതിന് മുമ്പ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പരാതി കൊടുത്തിരുന്നു. രണ്ടാമത് ഓഡിയോ പുറത്ത് വന്നതിന് ശേഷം ആ പുറത്ത് വന്ന ഓഡിയോയുമായി ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ നേരത്തെ തന്നെ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിൽ എന്നിൽ നിന്ന് വിശദമായ തെളിവ് ശേഖരിച്ചിരുന്നു, മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന സെക്ഷൻ പ്രകാരം BNSലെ 28 മുതൽ 89 വരെയുള്ള 8ഓളം വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റം ചെയ്തിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതേ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ എടുത്തതും ക്രൈംബ്രാഞ്ച് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ ഈ സംബന്ധിച്ചൊരു FIR സമർപ്പിച്ചിട്ടുള്ളത്. ആ FIRൻ്റെ അടിസ്ഥാനത്തിലാണ് 161 CRPC 161 പ്രകാരമുള്ള മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ മൊഴി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾക്കറിയാവുന്ന തെളിവുകൾ, നമ്മൾക്കറിയാവുന്ന എഡിറ്റ് ചെയ്യാത്ത ഓഡിയോ സന്ദേശങ്ങൾ, ഇതെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറുക എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ വൃത്തിയായി നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഇന്ന് എഴുതി വെക്കുക, നാളെ നമ്മൾക്ക് ഇതേ സമയത്ത് എവിടെയെങ്കിലും വെച്ച് ഒന്നിച്ച് കാണാനോ ഇതേ ഫ്ലോറിലൊന്ന് ചിരിക്കാനോ അവസരമുണ്ടെങ്കിൽ നാളെ ഈ സമയത്തിന് മുമ്പായിട്ട് ഇതിലേറ്റവും ഹീനമായ രീതിയിൽ ഗർഭചിത്രം ചെയ്യപ്പെട്ട, ക്രൂര ബലാത്സംഗത്തിന് പീഡനത്തിന് ഇരയാക്കപ്പെട്ട ആ ഇരയുടെ മൊഴി കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം ജവഹർനഗർ യൂണിറ്റ് DYSP മിസ്റ്റർ ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രേഖപ്പെടുത്തിയിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. താങ്കൾ പറയുന്നത് ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മുന്നിലല്ലേ പറയുന്നത്. അജിംഷാദിന്റെ മുമ്പിൽ ഒരു ക്യാമറയുടെ മുന്നിലല്ല നമ്മളിത് പറയുന്നത്. കൃത്യമായി അന്വേഷണ സംഘം പറഞ്ഞു, ഏത് കോടതിയിലാണ് FIR സമർപ്പിച്ചിരിക്കുന്നത് പറഞ്ഞു. ആ ഒരു കാര്യമുണ്ട്, ഇരയെ സംബന്ധിച്ച് മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇരയുടെ ഐഡന്റിറ്റി പുറത്തു വിടാത്ത, കാണുന്നവർക്ക് പോലെ സംശയമില്ലാത്ത രീതി ആ മൊഴിയായിട്ട് അവർക്ക് ആ കുട്ടിയുമായി സംസാരിച്ച് നോട്ട് രേഖപ്പെടുത്തിയാൽ മതി. ഇതിനകത്ത് പരാതി നൽകാൻ തയ്യാറല്ല, മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ട് പറഞ്ഞു. പരാതിയും മൊഴിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് ഈ ഓഡിയോ പുറത്തെത്തിയ രണ്ടാമത്തെ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ എന്തിനാണ് ഒരു സൂചനകൾ കൊടുക്കുന്നത്? കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ സ്വാധീനിക്കപ്പെടാത്തവർ, വഴങ്ങപ്പെടാത്ത വ്യക്തി, ആ വഴങ്ങപ്പെടാത്ത വ്യക്തി കേരള പോലീസിന് മുന്നിലേക്ക്, നിയമത്തിന് മുന്നിലേക്ക് പരിശുദ്ധമായ തൻ്റെ നടപടിയുമായി കടന്നു വരികയാണ്. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, മറ്റൊരു പെൺകുട്ടിക്ക്, മറ്റൊരു സമൂഹത്തിന്
ഒരു MLA-യിൽ നിന്ന് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ ധീരമായ കാൽവെപ്പാണ് ആ പെൺകുട്ടി ഇത് വെച്ചിരിക്കുന്നത്. ഞാൻ അവരെ നിങ്ങളുടെ ഫ്ലോറിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സമ്മിശ്ര വികാരത്തോട് ചേർന്ന് അഭിനന്ദിക്കുകയാണ്. ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലല്ല ഞാൻ ഈ കാര്യത്തിൽ അയാൾക്കെതിരെ ഒരു നിലപാടെടുത്തത്. ഈ കാര്യത്തിൽ ഞാനൊരു പരാതി കൊടുത്തപ്പോൾ LDF-ൻ്റെ നേതാക്കന്മാർക്കെതിരെ പരാതിയുമായി ചില കോൺഗ്രസ്സുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ പരാതി അന്വേഷിച്ച് തള്ളിയ പരാതി. എങ്കിലും ഇതിനും അതുമായി ടാലി ചെയ്യിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമമെങ്കിൽ നിങ്ങൾ ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, പരാതികളുടെ പ്രളയങ്ങളായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കോട്ടയം ജില്ലയിലെ ഒരു UDF MLA-യുടെ മകൻ അച്ഛൻ്റെ അബദ്ധസഞ്ചാരത്തെ തുടർന്ന് കഥകൾ കേട്ട് ആത്മഹത്യ ചെയ്തു. പുറത്ത് വന്ന വാർത്ത എന്താ, കുട്ടി കളിക്കുമ്പോൾ ഷോൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരു കുഞ്ഞിൻ്റെ മരണമാണ്. ആരും അത് ആഘോഷമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചില്ല. നമ്മളൊക്കെയും മക്കളെ വളർത്തുന്നവരാണ്. നമ്മൾ ആ പിതാവിൻ്റെ വികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ അവിടെ അത് അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ ചികഞ്ഞ് മാന്തി പോയി കഴിഞ്ഞാൽ നമ്മൾ അതെടുത്തേ വെക്കും. താരക പെണ്ണാളെ എന്ന പാട്ട് കേൾക്കുമ്പോൾ ഞെട്ടിത്തറയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. എന്താണ് അതിന് കാരണമെന്നറിയാമല്ലോ? അതേപോലെ ഒരു സ്ത്രീ ഇറങ്ങി വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ സ്ത്രീ അടക്കം പരാതിയുമായി വന്നാൽ എവിടെ പോയി നിൽക്കും? ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പരാതി പകരത്തിന് പകരം വെക്കാനുള്ള പരാതിയല്ല. ഇവിടെ പുറത്ത് വന്ന സങ്കടകരമായ അവസ്ഥകൾ ഇനിയും ഈ രാജ്യത്ത് ഇത്തരം നപുംസക പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ എന്താ പറയുന്നത്, വിവാഹ വാഗ്ദാനം നൽകിയെന്ന് കേട്ടിട്ടുണ്ട്. ബലാത്സംഗ വാഗ്ദാനം അതൊരു ട്രാൻസ്ജെൻഡർ യുവതിയോട് ചെയ്ത ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ചരിത്രത്തിൽ ആദ്യമായില്ലേ നമ്മൾ കണ്ടത്. ഇത് ഒരു സാമൂഹ്യ വിരുദ്ധതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ജനപ്രതിനിധി പെരുമാറുന്നെങ്കിൽ ആ ജനപ്രതിനിധി നിയമത്തിന്റെ താഴിട്ട് പൂട്ടേണ്ട സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രമാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കാരണം ഇപ്പോൾ കടുത്തുരുത്തിയിലെ വിഷയമൊക്കെ താങ്കൾ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു മണ്ഡലത്തിന്റെ പറയിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ കോട്ടയത്തെ വിഷയം താങ്കൾ പറഞ്ഞു. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. കാരണം അതൊക്കെ ആരോപണങ്ങളാണ്. അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം അതിൽ നിന്നൊക്കെ വ്യതിരിക്തമാണ്. ഞാൻ പറഞ്ഞത് ഈ വിഷയം എന്നത് മറ്റുള്ള ആരോപണങ്ങളിൽ നിന്നൊക്കെ, അത് കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിരുന്നാലും BJP-യുടെ ആരുടെ ആയാലും, പക്ഷേ ഈ ഇപ്പോഴത്തെ സംഭവങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഡിജിറ്റൽ തെളിവുകളോടുകൂടിയാണ് പുറത്തെത്തുന്നത്. ഓഡിയോ, നീ ഗർഭചിത്രത്തിന് വിധേയമാകണം, നിൻ്റെ വയറ്റിൽ ആ കുട്ടി വളർന്നാൽ എനിക്ക് പ്രശ്നമാകും എന്നൊക്കെ വിവാഹ വാഗ്ദാനം ചെയ്ത് 2 പെൺകുട്ടികളെ പറ്റിച്ച് ഗർഭിണിയാക്കിയിട്ട് ഹത്യ നടത്തുന്നു. ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ, അവന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. നിയമവിരുദ്ധതയാണ്, ഏറ്റവും ക്രൂരമായ നടപടിയാണ്. ഞാൻ റജി ലൂക്കോസിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. റജി ലൂക്കോസ്, എന്താണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ നീക്കങ്ങളുടെ ഒക്കെ വിഷയങ്ങൾ നിയമപരമായി കൂടി പ്രതിഫലിക്കുകയാണ്, നിലനിൽക്കുമെന്നാണ്. ഇപ്പോൾ AH ഹാഫിസ് ഉറപ്പ് പറയുന്നു. പരാതി നൽകിയ ഹാഫിസാണ്. ഇപ്പോൾ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ കൈമാറിയിട്ടുണ്ട്. ആ ഹാഫിസ് പറയുന്നു, നാളെ ഇതേ സമയത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി മൊഴി നൽകും എന്ന്. അങ്ങനെയാണെങ്കിൽ നിർണായകമാണ്. ഇതുവരെ കോൺഗ്രസ് തീർക്കുന്ന പ്രതിരോധം, സാങ്കേതികമായ കോൺഗ്രസിൻ്റെ പ്രതിരോധമൊക്കെ അപ്രത്യക്ഷമാകും, അല്ലെങ്കിൽ അസ്ഥാനത്താകും. അജിംഷാദ്, ഞാൻ ആദ്യമായിട്ട് ഈ വിഷയം കത്തിക്കയറുന്നതിന് മുമ്പ് തന്നെ ധീരമായി സമൂഹത്തോടൊരു പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീജനങ്ങൾക്കും ഒരു പ്രതീക്ഷയായി ആ പരാതി നൽകിയ AH ഹാഫിസിനെ, പ്രിയപ്പെട്ട AH ഹാഫിസിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക. ഇന്നലെ ഞാനൊരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു 3-4 സ്ത്രീകൾ എന്റെ അടുത്ത് വെച്ച് ഹഫീസിക്കയുടെ പേരറിയത്തില്ല, എങ്കിലും അവരൊരു സിംറ്റംസ് ഞാൻ പറയും ഇന്ന ആളാണ് അതെന്ന് പറഞ്ഞു. അവരെല്ലാം ഇദ്ദേഹത്തിനെ കുറിച്ച് നല്ല വാക്കുകളാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യുക. ഞാൻ ഇരയ്ക്കാണ് സല്യൂട്ട് ചെയ്യുന്നത്. മൊഴി നൽകി നീതി ഉറപ്പാക്കാനുള്ള ഇരയുടെ ശ്രമം, അതിനാണ് ഞാൻ സല്യൂട്ട് നൽകുന്നത്. താങ്കൾ ആ ഓഫീസിന് നൽകിക്കോളൂ. തീർച്ചയായിട്ടും. അല്ല, അദ്ദേഹത്തിനെ പോലെയുള്ള ധീരരായിട്ടുള്ള സാമൂഹിക പ്രവർത്തകർ നാടിന് വേണം. ഇല്ല ഇവരെ പോലെയുള്ള ഇയാളെ പോലെയുള്ള സാമൂഹ്യ ദ്രോഹികൾ, സ്ത്രീ വിരോധികൾ, സ്ത്രീകളെ വേട്ടയാടി ചമ്പ് പോലെ തള്ളിക്കളഞ്ഞിട്ട് അടുത്തതിനെ തേടി പോകുന്ന ഇയാളെ പോലെയുള്ളവർ ഈ കേരളത്തിൽ വിലസും. അപ്പൊ ഈ ആവശ്യത്തിനെ പോലുള്ളവർക്ക് ഇവിടെ വേണമെന്നുള്ളതിന്റെ ഒരു വലിയൊരു നിതാന്തമാണ് ഈ സംഭവം എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. കേരളം അവജ്ഞയോടെയും കേരളം ഞെട്ടലോടുകൂടിയും കേട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഈ കുട്ടികളെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ 3 വനിതാ മാധ്യമ പ്രവർത്തകർ അവരുടെ പേര് സമ്മർദ്ദം ചെലുത്തി. അവർക്ക് എത്ര രൂപ കിട്ടി? അവരെ ആരാണ് ഈ രീതിയിൽ സ്വാധീനിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്? തങ്ങളുടെ സഹപ്രവർത്തകരായ 2 വനിതകളെ അവരുടെ ജീവിതം തൊലച്ച്, അവരുടെ കുടുംബവും തൊലച്ച്, അവരുടെ ആരോഗ്യം തൊലച്ച്, അവർ വേദനയുടെ എവിടെയോ മറയത്തിരുന്നുകൊണ്ട് കരയുമ്പോൾ അവരെ
ഇതിൽ നിന്ന് പരാതി കൊടുക്കുന്നത് പിൻവലിക്കാൻ ശ്രമിച്ച ആ വനിതാ മാധ്യമ പ്രവർത്തകരെയും കേരളം തിരിച്ചറിയണം. അവരുടെ പേര് പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വനിത മാത്രമല്ല, അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ രംഗത്തെത്തണം. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കത്തിന്റെ സമഗ്രത അതിലേക്ക് കൂടി എത്തുമോ? കാരണം ആദ്യം ഒരു ഇരയെ ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് സെറ്റിൽ ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്, അറിയില്ല. പക്ഷേ അങ്ങനെ സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം എത്തി ഈ പ്രചരിച്ചതൊക്കെ വ്യാജമാണെന്ന് പറയുന്നത്. അതിനുശേഷമാണ് രണ്ടാമത്തെ കുട്ടിയുടെ ഓഡിയോ അടക്കം പുറത്തെത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിലെ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ നിന്നിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാർ മാത്രമാണോ? കോൺഗ്രസ് പുറത്തുള്ളവരുണ്ടോ? മാധ്യമപ്രവർത്തകരുണ്ടോ? അതൊക്കെ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണം അവിടേക്ക് കൂടി സമഗ്രമാകുന്ന രീതിയിൽ വികസിക്കുമോ റജി ലൂക്കോസ്, താങ്കളുടെ നിരീക്ഷണത്തിൽ? ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഓരോ സ്റ്റെപ്പ് നിരീക്ഷിക്കുന്നവർക്കറിയാം. പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അവർ പഴുതടച്ചൊരു അന്വേഷണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബാംഗ്ലൂരിൽ എത്തിച്ചൊരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തിയിരിക്കുന്നു. അപ്പൊ ബാംഗ്ലൂരിൽ നിന്നുള്ള അതിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്തു എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതല്ല, നേരത്തെ ഇപ്പോൾ അജിംഷാദ് പറഞ്ഞ ആശങ്ക അവിടെ നിലനിൽക്കുക. ഈ ആദ്യത്തെ പെൺകുട്ടിയെ സെറ്റിൽ ചെയ്തു എന്ന് ഉള്ള ഒരു ഹുങ്കുകൊണ്ടായിരിക്കാം അടൂർ പ്രകാശ് ഇന്നലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ് ഓഡിയോ പുറത്തു വന്നതെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ അതാണ്. നമുക്ക് CPIM നേതാവ് ശ്രീ നാസർ കൊളായി നാസർ കൊളായിലേക്ക് കൂടി ഒന്ന് പോകാം. നാസർ കൊളായി, അതായത് UDFന്റെ കൺവീനർ, അടൂർ പ്രകാശ് എന്നുള്ളതല്ല, UDFന്റെ കൺവീനറാണ് ഇത്തരത്തിൽ പുറത്തെത്തി രാഹുലിന് പോലും ഒരു പരിധി, അതായത് മാങ്കൂട്ടത്തിന് പോലും ഒരു പരിധി വിട്ട് പുറത്തെത്തിയ ഓഡിയോ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാനാകുന്നില്ല. അപ്പോഴാണ് നിസ്സംഗം അദ്ദേഹം പറയുന്നത് അതൊക്കെ AI ചിത്രങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ മീൻസ് AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇടപെടൽ കൊണ്ട് രൂപപ്പെടുത്തിയതായിരിക്കാം എന്ന സൂചന നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നഷ്ടപരിഹാരത്തിന് പോകണ്ടേ? രാഹുൽ മാങ്കൂട്ടം പോലും അത് ചെയ്തില്ല. അപ്പോൾ UDF കൺവീനർ പറഞ്ഞ ആ ഗുരുതരമായ വീഴ്ച അതടക്കം ഇതിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി, നൈതിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി കാണണം. ശ്രീ നാസർ കൊളായി. തീർച്ചയായും അജിംഷാദെ, ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ആരോപണം ഉയർന്നു വന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് അക്ഷരാർത്ഥത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടപ്പോ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധിക്കപ്പെട്ടപ്പോ, രാഹുലിന് അനുകൂലമായി സൈബർ ഇടങ്ങളിൽ വന്നിരുന്നത് മുഖമില്ലാത്ത ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗുണ്ടാപ്പടയാണ്, സൈബർ ഗുണ്ടാപ്പടയാണ്. അതെ, ഞാൻ വിധേയനായി എന്ന് മാത്രമല്ല, ഞാനിപ്പോ 3-5 സൈബർ കേസുകൾ ഇപ്പൊ നിലവിലുണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോ എന്ത് തമ്മാടിത്തവും ഇവർ വിളിച്ചു പറയും അതിന്റെ ഏറ്റവും ക്രൂരമായ രൂപത്തിൽ അനുഭവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അങ്ങനെയുള്ളവരായിരുന്നു വന്നിരുന്നതെങ്കിൽ, മാത്രമല്ല ഇതിനെ ശരിയായ രീതിയിൽ കണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള ഉമാ തോമസ് MLAക്കെതിരെ ഇവരുടെ സൈബർ ഗുണ്ടകളുടെ വൃത്തികെട്ട പൂരത്തെറികള് ഈ കേരളം കണ്ടതാണ്, വായിച്ചറിഞ്ഞതാണ്. പക്ഷേ അന്നൊന്നും ന്യായീകരിക്കാൻ കോൺഗ്രസിന്റെ ആരും വന്നിരുന്നില്ല. ഇന്ന് കോൺഗ്രസ് നേതാവ് മാത്രമല്ല, UDFന്റെ ചെയർമാൻ കൂടിയായ അടൂർ പ്രകാശ് രംഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും തമാശയായി തോന്നുന്നത് AI എന്ന പ്രയോഗമാണ്. സാധാരണഗതിയിൽ ഈ പ്രയോഗം ഉണ്ടാവുക കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ്, Aയും Iയും. ഇതിലും സത്യത്തിൽ അങ്ങനെയുണ്ട്. A വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ I വിഭാഗത്തിലുള്ള ചിലരെങ്കിലും ഇപ്പോഴും പ്രതിരോധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നേതൃനിര വളരെ ശക്തമായി രംഗത്തുണ്ടത്രേ, ഈ സതീശനും ഷാഫി പറമ്പിലും അടക്കുന്ന ഈ കൂട്ടുകെട്ടുകൾക്കെതിരെ. ഉണ്ട്. അതിലും AI ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം, കൃത്യം. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ കഥയിലെ വില്ലൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഈ ശബ്ദം തന്റേതല്ല, അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് ഇന്ന് വരെ പരാതിപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണ്ടേ? ഇത് കൊണ്ടുവന്നിട്ടുള്ള ചാനലുകൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. പകരം ഇവരെന്താ ചെയ്തിട്ടുള്ളത്? സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, റിപ്പോർട്ടർ ചാനലാണ് കൈരളിയോടൊപ്പം തന്നെ ഇതിന്റെ ശബ്ദരേഖകൾ ആദ്യം പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു ചാനൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകരെ ആക്രമിക്കാനും അവരുടെ റിപ്പോർട്ടർ ചാനലിൽ കരിയോയിൽ ഒഴിച്ച് ശ്രീ നാസർ കൊളായി, ഏത് വിഷയം ഇത്തരത്തിൽ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവരുമ്പോഴൊക്കെ അത് VD സതീശനാകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ, ഷാഫി പറമ്പിലാകട്ടെ, കൈരളി ന്യൂസിനെതിരെ വളരെ ആക്രോശം പരസ്യമായി മൈക്കിന് മുമ്പിൽ, ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്തത് താങ്കൾ കേട്ടിട്ടില്ലേ? അതെ, മാധ്യമ പട
ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ മൈക്കൊക്കെ നോക്കിയിട്ട് ഇത് കൈരളി ചാനലാണല്ലേ, കൈരളി ചാനലിന് മറുപടി പറയുന്ന പണിയല്ലേ ഞങ്ങൾക്ക്, കൈരളി ചാനല് ആ ഉദ്ദേശമൊക്കെ മനസ്സ് വെച്ചാൽ മതി എന്ന് അവർ കടന്നാക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കൈരളി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഒരു ചാനൽ കൂടിയാണ്. ഒരു പരിധി വിട്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും പരസ്യമായി പറയേണ്ടി വന്നു. എന്താണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് കൈരളിയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിലേക്ക് പോകുന്നത് പ്രതിപക്ഷം എന്ന് പാർശ്വവൽക്കരിക്കുകയാണ്. കൈരളി ആകട്ടെ, കൈരളിയുടെ ചോദ്യത്തിൽ അർത്ഥമില്ല, അത് CPM-ന്റെ ചാനലാണ്, അവർ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ കൈരളിയെ ഒറ്റപ്പെട്ട് ആക്രമിച്ചിരുന്നപ്പോ ഈ സത്യം വെളിപ്പെട്ട് തുടങ്ങിയ എല്ലാ ചാനലുകളും, ഒരുവിധം ചാനലുകളൊക്കെ, റിപ്പോർട്ടറും മലയാളം ചാനലും അടക്കമുള്ള ചാനലുകളൊക്കെ കടന്ന് ആക്രമിക്കാൻ തുടങ്ങിയപ്പോ എന്തിനധികം UDF പത്രമായ മനോരമ, UDF ചാനലായ മനോരമക്ക് പോലും സത്യം പറയേണ്ടി വന്ന സമയത്താണ് റിപ്പോർട്ടർ ചാനലിൽ അടക്കമുള്ള കയ്യേറ്റം നടക്കുന്നത്. അതിനെതിരെ പോലും പരാമർശിക്കാൻ ഈ UDF അനുകൂല വാർത്തകൾ, റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് നമുക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. UDF-ന് അനുകൂലമായ വാർത്തകൾ കൊടുത്തിരുന്ന അഭിപ്രായ വ്യത്യാസം ഒക്കെ നിലവിലിരിക്കുന്നുണ്ട്. അതൊരു മാധ്യമം എന്നുള്ള നിലക്ക് നമ്മൾ ആ രൂപത്തിൽ പ്രതികരിക്കാറുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ചാനലിന്റെ ഉള്ളിൽ ഒരു പീഡനം നടന്നു എന്നൊക്കെ രൂപത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി ഇവർ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോ അതിലുള്ള പെൺകുട്ടി തന്നെ നേരിട്ട് വന്നിട്ട് എന്താണ് അഞ്ജന അനിൽകുമാർ അവർ പറഞ്ഞല്ലോ ഈ റിപ്പോർട്ടർ ചാനലിൽ ഇതിനകത്തൊരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ ഈ മറ്റ് ആരോപണങ്ങൾ, മറ്റ് നിരവധി പ്രശ്നങ്ങളൊക്കെ, പരാതികൾ, ആരോപണങ്ങളൊക്കെ വിവിധ സ്ഥാപനങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്, വിവിധ വ്യക്തികൾക്കെതിരെ വന്നിട്ടുണ്ട്, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമാണ്. കാരണം ഇത് തെളിവാണ്. അതാണ് MP ഗോവിന്ദമാസ്റ്റർ നിങ്ങളുടെ നേതാവ് പറഞ്ഞത്. ഇത് ആരോപണമല്ല, ഇത് തെളിവുകളാണ് പുറത്തു വന്നത്, അല്ലേ? തെളിവുകളാണ്. മാത്രമല്ല അജിംഷാ, ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ മുമ്പ് ചർച്ചയിൽ ഒരിക്കൽ പങ്കെടുത്ത് പറഞ്ഞതുപോലെ PT തോമസിന്റെ കാലത്ത് മുതൽ ഈ സംഗതികൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു വില്ലനും ഒരു ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയുമാണ് ഉണ്ടാകുക. അത് ചിലപ്പോ വ്യാജാരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്, കൃത്യമായ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. സാധാരണ ഇത്തരം കേസുകളിൽ ഒരാള് ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയാണ് ഉണ്ടാകുക. ഇത് അങ്ങനെയല്ല, കൂട്ടത്തോടെയാണ്. ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എവിടെ എത്തിയിരിക്കുന്നത്? 2020 മുതലുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ട്. 2020 മുതൽ ഇങ്ങനെ വ്യാപകമായിരുന്നു. ഒരു MLA അതെ, ഇപ്പൊ പറയുന്നത് ക്രൈംബ്രാഞ്ച് ഗർഭചിത്ര കേസുമായി ബന്ധപ്പെട്ട 2 തെളിവുകൾ അവരുടെ കയ്യിൽ കിട്ടി എന്ന് പറയുന്നു. ആശുപത്രികളിൽ ഇതുമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. അത് ആശുപത്രിയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആശുപത്രിയിൽ പോയിട്ട് ഗർഭചിത്രം നടത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ നേരത്തെ നമ്മൾ കേട്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു ഇര പറയുന്നത്, സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. നീ പറഞ്ഞിരുന്ന ആ ഗുളിക ഞാൻ കുടിച്ചിരുന്നെങ്കിൽ അതിന് രക്തസ്രാവം ഉണ്ടാകുമായിരുന്നു. അപ്പോ മറ്റോ പറയുന്ന എന്താണ് രാഹുൽ? അതൊരു ഡോക്ടർ പറഞ്ഞിട്ടാണ്. അപ്പൊ ഏതോ ഡോക്ടർ ഏതോ നിർദ്ദേശിച്ച ഗുളിക ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് കൊടുത്തതിന്റെ തെളിവുകൾ അത് തീർത്തും അശാസ്ത്രീയമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഗർഭചിത്രം അനുവദിക്കപ്പെട്ടത് പോലും ഗർഭചിത്രം അനുവദിക്കപ്പെട്ടത് അതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളും നിയമാവലികളും ഉണ്ട്. ആശുപത്രികൾ ഇത് അംഗീകരിക്കെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. അല്ലാതെ നടക്കുന്നത് ജീവൻ നഷ്ടപ്പെടും. വയറ്റിലുള്ള ഗർഭസ്ഥ ശിശുവിന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു പെൺകുട്ടി രാഹുലിനോട് ചോദിക്കുന്നത്, നീ ഇന്നലെ പറഞ്ഞിരുന്നത് പ്രകാരം ഞാൻ ആ ഗുളിക കഴിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ അപകടം വരില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പം അശാസ്ത്രീയമായി ആശുപത്രിയിൽ പോകാതെ നേരത്തെയും ഗർഭചിത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഇത് ഒരു പെൺകുട്ടിയിലും ഒരു സ്ത്രീയിലും അല്ല അവസാനിക്കുന്നത്. നിരന്തരമായി നടത്തുന്ന പീഡനം. അതാണ് നിരന്തരമായി ഇങ്ങനെ അശാസ്ത്രീയമായ ഗർഭഛിദ്ര മാർഗങ്ങൾ പൊതിഞ്ഞ് ഗുളികകളാക്കിക്കൊണ്ട് നടക്കുകയാണ് ഒരു MLA. നോക്കൂ, അത്ഭുതം തോന്നുന്നു കേരളത്തെ സംബന്ധിച്ച്. ശ്രീ H. ഹാഫിസ്, നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, വെല്ലുവിളിയായി നിൽക്കുന്നത് ഒരുപക്ഷെ നിരീക്ഷകർ കാണുന്നത് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ അവർക്ക് മൊഴി നൽകാനാകുമോ? അവർ മൊഴി നൽകിയില്ലെങ്കിൽ എന്താകും ചെയ്യേണ്ടത്? നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം നിയമോപദേശം തേടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതേ സംബന്ധിച്ച് താങ്കൾക്കത് നിരീക്ഷണം? നിയമോപദേശവും ടെക്നിക്കൽ അഡ്വൈസും അടക്കം സാങ്കേതികമായ എല്ലാ കാര്യങ്ങളിലും അന്വേഷണ സംഘം വളരെ മുന്നിലാണ്. ഇപ്പോൾ അതിലേക്ക് കടന്നു വരുമ്പോൾ നാസർ കോളായി പറഞ്ഞ ഒരു കാര്യത്തിലേക്കും കൂടെ സൂചിപ്പിക്കാതെ പോകാൻ പറ്റത്തില്ല. മുഖമില്ലാത്ത ചില പ്രൊഫൈലുകളാണ് ഈ പറഞ്ഞ നാസർ കൊലായി അടക്കമുള്ള, റെജി ലൂക്കോസ് അടക്കമുള്ള, കൈരളി ചാനൽ അടക്കമുള്ളവർ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യോജിപ്പില്ല. ഈ ചീത്ത പറയാനും അമ്മയ്ക്ക് പറയാനും അപ്പന് പറയാനും ഒക്കെ വരുന്ന മുഴുവൻ കോൺഗ്രസ് പ്രൊഫൈലുകളുടെയും പ്രൊഫൈൽ ചിത്രം രാഹുൽ ഗാന്ധിയുടേതാണ് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം.
ഇത് രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ, അതായത് വോട്ട് ചോരിക്കെതിരെ ഇന്ത്യ മുന്നണി പ്രതിരോധമായി സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രമിട്ട് അതുമായി താരതമ്യം ചെയ്ത് പോസ്റ്റ് ഇട്ടത് താങ്കൾ ഓർമ്മയില്ലേ ഹാഫീസ്? രാഹുൽ ഗാന്ധിയുടെ ചിത്രം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് നാട്ടുകാരെ ചീത്ത വിളിക്കാൻ കോൺഗ്രസ്സുകാർ ഉപയോഗിക്കുന്നത്. അത് KPCC നേതൃത്വം അറിയാതെയാണെങ്കിൽ അത് അടിയന്തരമായി ഇടപെട്ട് അവർക്ക് ഇക്കാര്യത്തിൽ മൂക്കുകയറിടണം എന്നുകൂടി സൂചിപ്പിക്കണം. പിന്നെ അതുപോലെ കേരള പോലീസ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം വിചാരിക്കുന്ന പോലെ ആരെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ചില്ലറ കൊടുത്തും മാധ്യമപ്രവർത്തകരെ പുറത്തുള്ളവരെ ആരെയൊക്കെ ഉപയോഗിച്ച് ഇരകളുടെ വായടുപ്പിച്ച് അവരെ നിയമത്തിന് മുന്നിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം വാണിഭ കേസിൻ്റെ കാലമല്ല ഇത്. ഒരുപാട് നമ്മുടെ കാലം 26 വർഷം കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോയതിൻ്റെ എല്ലാം തിക്തഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അന്വേഷണ സംഘത്തിനുമായി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ നമ്മൾക്ക് പുറത്ത് വരുന്ന വിവരങ്ങളനുസരിച്ച് ആ ഗർഭചിത്രം നടത്തിയ ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ രേഖകളടക്കം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫോർജറി വരാൻ പോകുന്നു. ഈ ചേർക്കപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾക്ക് പുറമെ വ്യാജരേഖ നിർമ്മിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് കൂടി ഈ MLA മറുപടി പറയേണ്ടി വരും. ഈ രാഹുൽ വിചാരിക്കുന്നതല്ല, കേരള പോലീസ് ചുമ്മാതൊന്നുമല്ല, അവർ കൃത്യമായി വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇനിയും അങ്ങ് ചോദിച്ചത് ഈ കാര്യത്തിൽ ഇരകൾ സ്വാധീനിക്കപ്പെട്ടാൽ ഇര എന്ന് പറയുന്നയാൾ വേട്ടക്കാരനോടൊപ്പം നിന്നാൽ അവരും പ്രതിയാകും എന്നുള്ളതാണ് ഈ ഗർഭചിത്രത്തിന് ഈ ക്രൂരമായ. കാരണം എന്താ പറഞ്ഞ്, ഒരു സുന്ദരമായൊരു കുഞ്ഞ്, അതാണാകട്ടെ പെണ്ണാകട്ടെ, കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, ചെവിയുണ്ട്, കൈകാലുകളുണ്ട്, അതൊരു മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപത്തിലെത്തിയപ്പോഴാണ് അറുത്ത് മുറിച്ച് മാറ്റി ഇവൻ്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് ഇല്ലായ്മ ചെയ്തത്. അതിൻ്റെ അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ഇനി ഈ പറയുന്ന സഹപ്രവർത്തകരാണെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവർ ഇരകളല്ല എങ്കിൽ പ്രതികളായി മാറും. ആ കാര്യം വളരെ വ്യക്തവും കൃത്യവുമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാനാണെങ്കിലും അവരാണെങ്കിലും ഓടിപ്പോകാൻ പറ്റില്ല. ഈ കാര്യം അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു കടമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്യുകയും ചെയ്യും എന്ന് ആവർത്തിക്കുകയാണ്. ഈ പറഞ്ഞ നാസർ കോളായും റെജി ലൂക്കോസും കൈരളി ചാനലും മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രം ഗർഭമുണ്ടായത് എനിക്കാണ്, എൻ്റെ ഭാര്യയ്ക്കാണ്, എൻ്റെ മകൾക്കാണ് എന്ന രീതിയിലുള്ള പ്രചരണമാണ് കൈരളി ചാനലിൻ്റെ ലിങ്കിൻ്റെ അടിയിലടക്കം. ഇപ്പോൾ ഞാൻ കുറച്ച് മലയാളം ഇതിൻ്റെ നോക്കിയപ്പോൾ അതിനടിയിലെഴുതി എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇതുകൊണ്ടൊന്നും പേടിച്ച് പിന്നോട്ട് പോകത്തുന്നില്ല. നമ്മൾ താങ്ങും, പക്ഷേ നിങ്ങൾ താങ്ങൂല. അതുകൊണ്ട് നമ്മളിതൊക്കെ വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങൾ ചെയ്യുക, ആക്രമിക്കാൻ പറ്റുന്നിടത്തോളം ആക്രമിക്കുക. പക്ഷേ പ്രതിയെ കോടതിയിലെ പ്രതിക്കൂട്ടിലെത്തുന്നവരെയും വിശ്രമം ഉണ്ടായിരിക്കില്ല ജീവൻ കരുത്തിലുണ്ടെങ്കിൽ എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, തീർച്ചയായും ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ കഷ്ടകാലം തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ആടി ഉലയുകയാണ് അതിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ. കാരണം VD സതീശനും ഷാഫി പറമ്പിലും അടങ്ങുന്ന ഈ ത്രയത്തിനെതിരായുള്ള വലിയ നീക്കം അത് ശക്തമാവുകയാണ്. ചെന്നിത്തലയടക്കം മുതിർന്ന നേതാക്കളൊക്കെ അവർക്കെതിരെ രംഗത്തെത്തുകയാണ്. ഇങ്ങനൊരു ഘട്ടത്തിൽ ചില പരാതികൾ ചില MLA-മാർക്കെതിരെ കൂടിയെത്തുകയാണ്. വിൻസെൻ്റ് MLA-ക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി. കോൺഗ്രസ് നേതാക്കളാണ് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കത്തയച്ചത്. സ്ത്രീ പീഡനത്തിൽ പ്രതിയായ വിൻസെൻറ്റിനെ ഇനി മത്സരിപ്പിക്കരുത് എന്നാണ് AICCക്ക് നൽകിയ കത്തിലെ പ്രധാന ആവശ്യം. ഇതിൻ്റെ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. നിർഭൻ, വലിയ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വിൻസെൻ്റ് കോളം MLA-ക്കെതിരെ, കാരണം ഇനി സീറ്റ് നൽകരുത്, കാരണം സ്ത്രീ പീഡന ആരോപണത്തിൽ കോൺഗ്രസ് ആകെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വിൻസെൻറ്റിനെ കൂടി പരീക്ഷിക്കരുത്. എന്തൊക്കെയാണ് പരാതികളിലെ ആവശ്യങ്ങൾ? തിരുവനന്തപുരം ജില്ലയിലെ ഏക കോൺഗ്രസ് MLA ആണ് കോവളം മണ്ഡലത്തെ പ്രതികരിക്കുന്ന വിൻസെൻ്റ്. മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെ ഒരു വീട്ടമ്മ പരാതി നൽകിയിരുന്നു. അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. അദ്ദേഹം റിമാൻഡിലായിരുന്നു. ജയിൽവാസം കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത്. അതിൻ്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടം കൂടിയാണ്. ഇതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് AICCയുടെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് കോവളത്ത് നിന്ന് തന്നെയുള്ള ജനപ്രതിനിധികളൊക്കെ ആയിരുന്ന കോൺഗ്രസിൻ്റെ മുൻ KPCC അംഗം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു കൂട്ടം നേതാക്കൾ ഒപ്പിട്ട ഒരു പരാതിയാണ്. ആ പരാതിയുടെ പകർപ്പ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് മാത്രമല്ല പരാതി നൽകിയിട്ടുള്ളത്. പരാതിയുടെ പകർപ്പ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം തന്നെ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾക്കാണ്
കോടതിയിലേക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്നത് ഇത് തങ്ങളെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഈ വരുന്ന വിഷയങ്ങളൊക്കെ തന്നെ നിലവിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആ കേസിൽ കോൺഗ്രസ് ആകെ വെട്ടിലായി പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടമാണ്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇത് ഇനിയുള്ള നടപടിക്രമങ്ങളിലേക്ക്, വിചാരണ നടപടിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ വാർത്തകളിലേക്കും പ്രശ്നങ്ങളിലേക്കും വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ തന്നെ നമ്മൾ ഈ പ്രഹരം മുഴുവൻ സഹിച്ചതാണ്. ഇനി അങ്ങനെ ഒരു പ്രഹരം കോവളത്തെ ജനങ്ങൾക്കോ കോൺഗ്രസ് പ്രവർത്തകർക്കോ സഹിക്കാനും കഴിയില്ല. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ എം വിൻസെന്റിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കരുത്, സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകരുത്. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം ശക്തമായി ഇടപെടണം എന്ന ആവശ്യമാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഈ പരാതിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഒന്ന്, മുൻ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ KPCC അംഗവുമായിട്ടുള്ള B. ജയപ്രകാശ്, വിഴിഞ്ഞം മണ്ഡലം മുൻ പ്രസിഡന്റ് മുക്കോല ഉണ്ണി, കരകുളം മണ്ഡലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നിക്കോളാസ് മൊറൈസ്, കല്ലിയൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് കല്ലിയൂർ മുരളി തുടങ്ങിയിട്ടുള്ള നിരവധി നേതാക്കന്മാർ ഒപ്പിട്ടതാണ്. അതിൻ്റെ കത്താണ് നമ്മൾ അല്പം മുമ്പ് തന്നെ പുറത്തുവിട്ടത്. ആ കത്തിൽ വിശദമായ വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ സംഘടനയ്ക്കകത്തുള്ള പലവിധ വിഷയങ്ങളും ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അദ്ദേഹം MLA ആയ ശേഷം മുതിർന്ന നേതാക്കളെ മുഴുവൻ തഴഞ്ഞു. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കുറച്ച് ആശ്രിതരെ മാത്രം, സന്തത സഹചാരികളെ മാത്രം മാറ്റി കൂടെ ചേർക്കുന്ന ഒരു പാർട്ടിയായി കോവളത്ത് അധപ്പതിച്ചു. അദ്ദേഹം MLA ആയ ശേഷം കോവളത്തെ കോൺഗ്രസ് ശിഥിലമായി. ഇത്തരം വിഷയങ്ങളിൽ നേതൃത്വം നൽകുന്ന ഒരു MLA കോവളത്തിന് വേണ്ട. അതുകൊണ്ട് നേതാക്കൾ ഇടപെടണമെന്ന ശക്തമായ ആവശ്യവും ഈ കത്തിൽ പറയുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും അങ്ങനെ നിർഭൻ ചക്രവർത്തി സൂചിപ്പിച്ചതുപോലെ കോവളത്തെ MLAക്കെതിരെ, തിരുവനന്തപുരത്തെ ഏക കോൺഗ്രസ് MLAക്കെതിരെ ഉള്ള പരാതിയാണ് ഇനി സീറ്റ് നൽകരുതേ എന്ന്. റജി ലൂക്കോസ്, ഇവിടെ മല്ലികാർജ്ജുന ഖാർഗെക്ക് എത്തുന്ന പരാതിയിൽ ഈ എം വിൻസെൻറ്റിനെതിരായി എത്തുന്നു എന്നത് മാത്രമല്ല, ഇവിടെ ഗൗരവമാകുന്നത് കോൺഗ്രസ്സിനുള്ളിൽ ഇത്തരം വ്യക്തികൾ, ഇങ്ങനെ ആരോപണ വിധേയരാകുന്നവർ വർദ്ധിക്കുകയാണ്. കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് ഇതിൽ അസ്വസ്ഥതയുണ്ട്. അവർ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി ഇതൊക്കെ കൊണ്ടാകും എന്ന് ഭയക്കുന്നു. അതാണ് ഈ കോവള MLAക്കെതിരായ ഈ കത്തിൻ്റെ വിശദാംശങ്ങൾ നിർഭൻ നൽകുമ്പോൾ പുറത്തെത്തുന്നൊരു വസ്തുതയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ, വിൻസെൻ്റ് MLA, ഇവർക്കൊക്കെ എതിരായി ഇങ്ങനെ ഒരു നീക്കം ഭയപ്പെടുകയാണ് കോൺഗ്രസ്സിനുള്ളിലുള്ളവർ. റജി ലൂക്കോസ്. തീർച്ചയായിട്ടും അജിംഷാദ്, യഥാർത്ഥ നല്ല കോൺഗ്രസ് ഐഡിയോളജിയിൽ ജീവിക്കുന്ന കുറെ നല്ല കോൺഗ്രസ്സുകാർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പല കോൺഗ്രസ്സുകാരെ വഴിയിൽ വെച്ചൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവർ വളരെ നിരാശരാണ്. ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. കോൺഗ്രസിനെ കുറിച്ചുള്ള ദേശീയ തലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഒരു വലിയ കാര്യം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതായത് ടൈംസ് നൗ എന്ന് പറയുന്ന ദേശീയ ചാനൽ, ഇംഗ്ലീഷ് ചാനൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എടുത്തു. ആ ചർച്ച എടുത്തപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ അവതാരക പറഞ്ഞത് ഇതാണ്: ഹസ്രത്ത്, അതുപോലെ തന്നെ കത്തുവ, ഉന്നാവ, നമ്മുടെ കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ നടന്ന കൂട്ടബലാത്സംഗം, നിർഭയ കേസ്, ഇതെല്ലാം കൃത്യമായ സ്ത്രീപക്ഷത്ത് നിന്ന് ഇടപെടുകയും വളരെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് എയ്ഡായ കേരളത്തിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കണേ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയായി വന്നു. ആ ചോദ്യമാണെന്ന് കേരളത്തിലെ ജനങ്ങള് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും അതുപോലെ തന്നെ ഇയാളെ സംരക്ഷിക്കുന്ന പരസ്യമായിട്ട് രംഗത്ത് വരുന്ന വിചിത്രമായ വാദഗതികളുമായി കേരളത്തിലെ സ്ത്രീ ജനങ്ങളെയും പെൺകുട്ടികളെയും അധിക്ഷേപിക്കുന്നതിന് തുല്യമായ വാക്കുകൾ പറഞ്ഞ അടൂർ പ്രകാശിനെ പോലുള്ളവരോടും ഇന്ന് ചോദിക്കാനുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അരസമ്മതത്തോടുകൂടിയാണ് ഈ സസ്പെൻഷൻ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഉഴപ്പി നടന്നു, പിന്നീട് ഇയാളെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും ഇയാളെ തിരിച്ചു കൊണ്ടുവരാനും നിയമസഭയിൽ പ്രവേശിപ്പിക്കാനും കിണഞ്ഞ് ശ്രമിക്കുന്നവരിൽ പിന്നെ ഈ KPCC പ്രസിഡന്റ് ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിന്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായിട്ട് അടൂർ പ്രകാശ് നിൽക്കുന്നു. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുന്നു പറയുന്നു. ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് പേരാവൂർ 4-ാം തവണ മത്സരിക്കുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ വനിതകൾ, അവിടുത്തെ മനുഷ്യ സ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനങ്ങൾ ഇവർക്ക് എങ്ങനെ വോട്ട് ചെയ്യുന്നത്? ഇവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും? ഇവർ നൽകുന്ന സന്ദേശം എന്താണ്? ഇവർ നൽകുന്ന എന്ത് സ്ത്രീ സുരക്ഷയാണ് കേരളത്തിലെ സ്ത്രീജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 2 പെൺകുട്ടികളുടെ കഥകൾ പുറത്തു വന്നു കഴിഞ്ഞു. 2 പെൺകുട്ടികളെ കശക്കി എറിഞ്ഞ് ഇന്ത്യയുടെ BNS നിയമപ്രകാരം ഗർഭചിത്രം എന്ന് പറയുന്നത് 3 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്നതാണ്. അതൊരു കൊലപാതകമാണ്. അല്ലെങ്കിൽ പ്രത്യേക അനുമതിയോട് മാത്രം പെൺകുട്ടി അപകട അവസ്ഥയിലാകുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു ക്രൂരകൃത്യമാണ് ഈ ഗർഭം അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അത് ചെയ്ത് ഇയാളെ തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും ഇപ്പോഴും ഒരു ലജ്ജയുമില്ലാതെ ഉണ്ട്. പൗരബോധമുള്ള കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ഇയാളെ സംരക്ഷിച്ച് നിർത്തുന്നവർ അടുത്ത തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്തു പറഞ്ഞവർ വോട്ട് ചോദിക്കും? ഇതാണ് കേരളം.
ഇനി വിൻസെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ പിന്നെ അജിംഷാദ്, വിൻസെന്റ് മാത്രമല്ല, പെരുമ്പാവൂരിലെ ഒരു MLA ഉണ്ട്. പല വിലാസങ്ങളുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്ന യാതൊരു തരത്തിലും ഒരു കമ്മിറ്റ്മെന്റ് സൊസൈറ്റിയോട് ഇല്ലാത്ത ഒരു ബലാത്സംഗ കേസിലെ പ്രതി, ഒരു അത്യാവശ്യ ബലാത്സംഗ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പരാതി കൊടുത്ത, അവർ മൊഴി കൊടുത്ത ഒരു കേസിലെ പ്രതി എൽദോസ് കുന്നപ്പള്ളി, അയാൾക്ക് സീറ്റ് കൊടുക്കും ഇവര്. അത് നമ്മൾ അറിയണ്ടേ? ഈ വിൻസെന്റിനൊക്കെ അവർ വീണ്ടും സീറ്റ് കൊടുക്കും. അവർക്ക് കേരളത്തിലെ ജനങ്ങളോടോ സ്ത്രീജനങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയില്ല. പണ്ട് ഈ പേര് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് ചർച്ചയായിരുന്ന ആളൊക്കെ ഇന്ന് ദേശീയ തലത്തിൽ ഇരിപ്പുണ്ട്, MP ആയിട്ടിരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവര് മുകേഷിനെ കമ്പയർ ചെയ്യുന്നല്ലോ. മുകേഷിന്റെ പേരിലുള്ള ആരോപണം എന്താ? മുകേഷിന്റെ പേരിലുള്ള ആരോപണത്തിന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല ആ കംപ്ലൈന്റിന്റെ പരാതിക്കാരി ഇപ്പോ പോക്സോ കേസ് പ്രകാരം ജയിലിലാണ്. അത് പോകട്ടെ. ഞാനിപ്പോഴും താങ്കൾക്ക് ഇടത് നിരീക്ഷകൻ എന്ന അർത്ഥത്തിൽ താങ്കൾക്ക് അത് പറയാം. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അത്തരം ആരോപണങ്ങൾ ആ കേസിൻ്റെ മെറിറ്റിൽ മാത്രമേ എനിക്ക് കാണാനാകൂ. അതങ്ങനെ പോകട്ടെ, അതിൻ്റെ വഴിക്ക് പോകട്ടെ. സ്വാഭാവികമായും ഇവിടെ നല്ലൊരു അന്വേഷണ സംവിധാനമുണ്ട്, അതനുസരിച്ച് പോകട്ടെ. അത് കോടതി ഈ കുറ്റാരോപിതർ കുറ്റക്കാരാണെന്ന് തീരുമാനിക്കട്ടെ, തെളിയിക്കട്ടെ. പക്ഷേ സാങ്കേതിക അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അങ്ങനെയാണെങ്കിലും നമുക്ക് ബോധ്യമാകുന്ന ചില ഘടകങ്ങൾ അവിടെയുണ്ട്. അതിൽ പൗരബോധത്തിൻ്റെ വിഷയമുണ്ട്, അതിൽ പല വിധത്തിലും സമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന പല ഘടകങ്ങളുമുണ്ട്. അവിടെയാണ് കാരണം, നീ ഗർഭഛിദ്രത്തിന് വിധേയമായേ പറ്റൂ, നീ ആ കുഞ്ഞിനെ കൊല്ലണം, വയറ്റിൽ വെച്ച് തന്നെ, ഉദരത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ കൊന്നു മാറ്റണം. തനിക്ക് പറ്റിയ അത്തരത്തിൽ ഒരു കബളിപ്പിക്കലിന് വിധേയമാകേണ്ടി വന്ന ഒരു സ്ത്രീ, അതിൽ ആ സ്ത്രീ അയാളുമായി തർക്കിക്കുകയാണ്. ആ ഓഡിയോ ശകലങ്ങൾ മുഴുവൻ നോക്കിയാൽ, പുറത്തെത്തിയ 2 ഘട്ടങ്ങളിലായി പുറത്തെത്തിയ ഓഡിയോ ശകലങ്ങൾ മാത്രം നോക്കിയാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രൈം ഒഫൻസ് കൃത്യമാണ്. അവിടെയാണ് ഈ മറ്റാരോപണങ്ങളിൽ നിന്ന് ഈ വിഷയം വ്യതിരിക്തമാണ്. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചിട്ടല്ലാതെ മുമ്പോട്ട് പോകാനാകില്ല എന്ന് പൊതുസമൂഹം കേരളത്തിൽ ആവശ്യപ്പെടുന്നതിൻ്റെയും നിദാനം മറ്റൊന്നല്ല. റജി ലൂക്കോസ്, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ചർച്ചയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന 3.5 കോടി മനുഷ്യരുണ്ട്. ആ 3.5 കോടി മനുഷ്യരുടെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇതുപോലെ ഒരു നരാധവനെ, ഒരു ഗർഭശ്രീമാനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിന്റെ പൗരബോധത്തോട് ഇനി പറയാനെന്നുള്ള അത് കാതലായ ചോദ്യമാണ്. റജി ലൂക്കോസ്, എങ്ങനെയാണ് അടൂർ പ്രകാശിനെ പിന്തുണയ്ക്കാനാകുന്നത്? എങ്ങനെയാണ് പരസ്യമായി ഇപ്പോൾ K മുരളീധരൻ തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് യോഗത്തിലടക്കം പങ്കെടുക്കില്ല, അതിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് MLA ആയി അവിടെ എത്താനുള്ള ധാർമ്മികതയുണ്ട്, അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉള്ള ഈ സംഘർഷം പുറത്തെത്തുകയാണ്. MLA ആയി രാഹുൽ മാങ്കൂട്ടം തുടരണമോ വേണ്ടയോ? ഈ ചോദ്യം പുറത്തുള്ളവരെക്കാൾ ചോദിക്കുന്നത് കോൺഗ്രസിനുള്ളിലുള്ളവരാണ്. അല്ല, എനിക്ക് അതിനകത്ത് പറയാനുള്ള കാര്യം, ഉമാ തോമസിന്റെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ മാറ്റം വരുത്തിയിട്ടില്ല, ബിന്ദു കൃഷ്ണ മാറ്റം വരുത്തിയിട്ടില്ല, KK രമ ഒരു ചുവട് പോലും പുറകോട്ട് പോയിട്ടില്ല. ഇനി ഇവരെന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? അല്ലെ അവരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവോ? അല്ലെ അവര് പറഞ്ഞ് തെറ്റാണ് എന്ന ഒരു നിഗമനത്തിലുള്ളതുകൊണ്ടല്ലേ ഇയാളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഇവർ പരിഹരിക്കും? ഉമാ തോമസ് പറഞ്ഞു എന്റെ നിലപാടിൽ ആണുകൂടെ മാറ്റമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉമാ തോമസ് എന്ന് പറയുന്ന MLA ഇവരുടെ വെട്ടിക്കിളി കൂട്ടമായ സൈബർ വിങ് അവരെ അധിക്ഷേപിച്ച വാക്കുകളിൽ ഒരെണ്ണം പോലും നമുക്ക് പബ്ലിക് വേദിയിൽ പറയാൻ പറ്റത്തില്ല. താര ജോസഫ് എന്ന് പറയുന്ന ഇവരുടെ ഒരു സൈബർ വിങ്ങിന്റെ ഒരു മേധാവിയായ ഒരു പെൺകുട്ടി ഇയാളെ കുറിച്ചിട്ട പോസ്റ്റിന്റെ പേരിൽ സ്വന്തം പാർട്ടിയുടെ അംഗമായ ആ പെൺകുട്ടിയെ കുറിച്ച്, ആ പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കത്തക്ക രീതിയിൽ, ആ പെൺകുട്ടിയുടെ കുടുംബത്തെ പുറത്തിറങ്ങാത്ത രീതിയിൽ ഈ വെട്ടുക്കിളി കൂട്ടം ആക്രമിച്ചതിനെതിരെ ഒരക്ഷരം ഈ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ഉമാ തോമസ് എന്ന് പറയുന്ന കേരളം വലിയ രീതിയിൽ ആദരവോടെ മരണവക്കിൽ നിന്നും തിരിച്ചു വന്ന ആ MLA കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു. കേരളത്തിലെ പൊതുസമൂഹം ഇനി അത് അംഗീകരിക്കുമോ? എന്ത് പറഞ്ഞ രീതിയിൽ ചോദിച്ചു വരും. ഞാൻ ആ നോക്കൂ റജി ലൂക്കോസ്, രണ്ട് പോയിന്റുകളാണ് അവിടെ ഉയരുന്നത്. നോക്കൂ, ഇവിടെ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത്? വേദനയോടുകൂടിയാണ് സ്വന്തം സഹപ്രവർത്തകനെതിരെ പോലും നടപടിയൊന്നും എടുത്തില്ല. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം പറഞ്ഞത് വേദനയോട്. അപ്പോൾ ഇരകളോട് വേദനയില്ല, സ്വന്തം
പാർട്ടിയിൽ സഹപ്രവർത്തകൻ ഇത്ര നരാധമ പ്രവൃത്തി കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുന്നതിനാണ് അവർക്ക് വേദന. ഇനി ഷാഫി പറമ്പിലാകട്ടെ ഒരു വാർത്ത വന്നു എന്ന് കരുതി, ഷാഫി പറമ്പിൽ പറഞ്ഞതാണ് പരസ്യമായി, ഒരു വാർത്ത വന്നു എന്ന് കരുതി അയാളുടെ സുഹൃത്തിനെയും ആക്രമിക്കണമോ എന്നാണ് പ്രതിഷേധങ്ങളെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ ചോദിച്ചത്. ഒരു വാർത്ത വന്നു ഇത്രേ, അതാണോ സംഭവം? അപ്പോൾ ഏത് രീതിയിലാണ് ഇവർ കേരള സമൂഹത്തിൻ്റെ പൊതുബോധത്തെ ആക്രമിക്കുന്നത് നോക്കൂ റജി ലൂക്കോസ്. നമ്മള് ലജ്ജിക്കണം അജിംഷാദെ. ഇവരെ പോലുള്ളവര് നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായി എത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ കേരളം ലജ്ജിക്കണം, കേരളം തലകുനിക്കണം. ഇവർക്കൊക്കെ ചെയ്ത ഓരോ വോട്ടും ജനാധിപത്യത്തിന്റെയും സാമൂഹ്യ വിരുദ്ധതയുടെയും സിംബൽസ് തന്നെയാണ്. ആ ചോദ്യം അജിംഷാദ് ചോദിച്ച ചോദ്യം കേരളത്തിൽ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഷാഫി പറമ്പിലിന് ഇയാൾ ചെയ്ത ക്രൂരതകളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം ഷാഫി പറമ്പിലാണ് പല പരാതികളും ഡൽഹിയിൽ ഇയാൾ പഠിക്കുന്ന കാലം മുതൽ, കേരളത്തിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലം മുതൽ ഈ ഷാഫി പറമ്പിൽ ബി.ഡി. സതീശന് ഇയാളെ കുറിച്ച് പരാതികളും സൂചനകളും നൽകിയിട്ടും അയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കി അടിച്ചേൽപ്പിച്ച് 500 കിലോമീറ്റർ അപ്പുറമുള്ള പാലക്കാട് പോയി MLA ആക്കി. ഇന്ന് അതിനെ ന്യായീകരിക്കുന്ന ഈ ഷാഫി പറമ്പിലെ പോലുള്ളവർ അവർ കെട്ടിപ്പൊക്കിയെടുത്ത രാഷ്ട്രീയ ഇമേജുകൾ പാടെ തകർന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഇവർക്ക് നിലനിൽപ്പില്ലാത്ത അവസരത്തിൽ അവർ സ്വയം എത്തി. എന്തുകൊണ്ട് അവരെ തയ്യാറായത്? ആ ചോദ്യം ഒരു വലിയ ചോദ്യം. അതിന്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ടായി, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. വി.ഡി. സതീശൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അഴകുഴപ്പ നിലപാടാ. വി.ഡി. സതീശൻ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. പറവൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പോലും വി.ഡി. സതീശന് ഉത്തരം പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഉയരുവാണ്. എന്താണ് കാരണം? പറവൂർ നിയോജകമണ്ഡലത്തിലെ തന്റെ കുടുംബ സുഹൃത്തു കൂടിയായ ഒരു പെൺകുട്ടി പരസ്യമായിട്ട് ആദ്യം രംഗത്തെത്തി. റിനി ജോർജ് എന്ന് പറയുന്ന നടി. അവർ പറഞ്ഞതെന്താ? 3.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ പിതാവിന്റെ സ്ഥാനത്തുള്ള വി.ഡി. സതീശന് ഞാൻ പരാതി കൊടുത്തു. അതായത് ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിനും മുമ്പ് തന്നെ ആ പരാതി കൊടുത്തിട്ട് പോലും ഇയാളെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ വി.ഡി. സതീശന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? വി.ഡി. സതീശൻ പറഞ്ഞെന്താ? ഞാനൊരു മകളെ പോലെ കരുതുന്ന കുട്ടിയുടെ പരാതി എനിക്ക് കിട്ടി. പിന്നെ എന്തുകൊണ്ടാണ് മകൾക്കെതിരെ അശ്ലീല സന്ദേശങ്ങൾ സ്ഥിരമയച്ച് അവരുടെ വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്തത് ഇയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാണ്ട് ഇയാളെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചത് വി.ഡി. സതീശൻ പറവൂരിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രബുദ്ധരായ മനുഷ്യസ്നേഹികളായ പൗരബോധമുള്ള ജനങ്ങളാണ് പറവൂരിലെ ജനങ്ങൾ. എനിക്കറിയാം ആ പ്രദേശം വളരെ വ്യക്തമായിട്ടും. അവരുടെ മുമ്പിൽ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പോയി വോട്ട് ചോദിക്കുന്നത്? അവർ തുറന്നു ചോദിക്കുകയില്ല. നിങ്ങളുടെ മകളുടെ സ്ഥാനത്തുള്ള കുട്ടീനെ ഈ രീതിയിൽ ദ്രോഹിച്ചൊരുത്തിനെ നിങ്ങൾ സംരക്ഷിച്ച് ഉന്നതങ്ങളെത്തിച്ചത് നിങ്ങൾ ഞങ്ങളോട് എങ്ങനെ വോട്ട് ചോദിക്കുന്നു? ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾക്കും വനിതകൾക്കും നിങ്ങൾ എന്ത് സുരക്ഷ നൽകും എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് എന്ത് മറുപടി പറയാൻ പറ്റും? തീർച്ചയായും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ അർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ബാധിക്കുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പ്രതിരോധം തീർക്കാനായി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ട പക്ഷം ചെയ്യുന്നത് പോലെ പരാതിയില്ല, കേസില്ല, പ്രതിയല്ല എന്നൊക്കെയുള്ള വാദം പൊളിയുകയാണ്. ക്രൈംബ്രാഞ്ച് പഴുതടച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇരകളിൽ കൂടുതൽ പേർ രംഗത്തെത്തും. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. അവരുടെ മൊഴി കൂടി ലഭിച്ചാൽ കാര്യത്തിൻ്റെ ദിശ മാറുക തന്നെ ചെയ്യും. എന്തായിരുന്നാലും ക്രൈംബ്രാഞ്ചിൻ്റെ പഴുതടച്ചുള്ള നീക്കം, ഇതിൻ്റെ ഒക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതംഗങ്ങൾക്ക് വഴങ്ങുന്നു വൈസ് ചാൻസലർ. വഴങ്ങേണ്ടി വന്നു വൈസ് ചാൻസലർക്ക്. രജിസ്ട്രാർ ഇൻചാർജ് ചുമതലയിൽ നിന്നും മിനി കാപ്പനെ മാറ്റി. ജോയിൻറ്റ് രജിസ്ട്രാറായ രശ്മി ആറിനാണ് പകര ചുമതല. ഇടതംഗങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. ആവശ്യം അംഗീകരിച്ചതോടെ യോഗം മറ്റ് അജണ്ടകളിലേക്ക് കടക്കുകയായിരുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറായി ഇൻചാർജ് മിനി കാപ്പൻ പങ്കെടുത്ത ആദ്യ നിമിഷം മുതൽ വലിയ പ്രതിഷേധമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിയത്. രജിസ്ട്രാർ കസേരയിൽ ഇരിക്കുന്ന മിനി കാപ്പൻ ആരാണെന്നായിരുന്നു അംഗങ്ങളുടെ ചോദ്യം. ഡോക്ടർ KS അനിൽകുമാറിന് പകരം ചുമതല നൽകിയ രജിസ്ട്രാറാണ് എന്ന് VC-യുടെ റിപ്പോർട്ടിംഗ്. ഇതോടെ ഇടത് അംഗങ്ങളുടെ പ്രതിഷേധം കടുത്തു. രജിസ്ട്രാർ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാരമാണെന്നും VC-യുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും ഇടതംഗങ്ങൾ വാദിച്ചു. ഒടുവിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദങ്ങൾക്ക് VC വഴങ്ങി. VC മിനി കാപ്പനെ സ്ഥാനത്ത് നിന്നും മാറ്റാൻ തയ്യാറായി. കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ R രശ്മിക്കാണ് പകരം ചുമതല. നിലവിൽ മിനി കാപ്പൻ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും യോഗം അവസാനിക്കുന്നതോടുകൂടി ചുമതലയിൽ നിന്നും ഒഴിവാകും. VC നിയമിച്ച രജിസ്ട്രാർ ഇൻചാർജിനെ VC തന്നെ മാറ്റുന്നതാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ കണ്ടത്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ യോഗം ചർച്ച ചെയ്തില്ല. പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. തുടർന്ന് യോഗം മറ്റ് അജണ്ടകളിലേക്കും കടന്നു.
കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഘപരിവാർ വൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ, അതിനെ കേരളം പ്രതിരോധിക്കുമ്പോൾ തന്നെ അതിനുള്ള ശ്രമങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടി ഇന്ന് നമുക്ക് കാണാം. അത് സുപ്രീം കോടതി ഉത്തരവിലെ തിരിച്ചടിയിൽ പുതിയ നീക്കവുമായി ഗവർണറുടെ ശ്രമമാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന ഉത്തരവിനെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമത്രേ. ഇത് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീം കോടതി ഉത്തരവ് തിരിച്ചടിയായതിനു പിന്നാലെയാണ് ഗവർണറുടെ പുതിയ നീക്കം. നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സുപ്രീം കോടതി ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ഗവർണർ ഹർജിയിൽ ആവശ്യപ്പെട്ടു. പുതുതായി നിയമിച്ച പാനലിൽ പേരുകൾ സമർപ്പിക്കേണ്ടത് ചാൻസലർക്കാണെന്നും ഗവർണർ വ്യക്തമാക്കി. വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാക്രമത്തിലാണ് ഗവർണർ നിയമനം നടത്തേണ്ടത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ മുഖ്യമന്ത്രിക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരുകൾ മുൻഗണനാക്രമം നിശ്ചയിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ചാൻസലർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം. UGCയെ കക്ഷിയാക്കണമെന്നു കാട്ടി ഗവർണർ അപേക്ഷ നൽകിയിട്ടുണ്ട്. UGC മാനദണ്ഡങ്ങൾ ഉൾപ്പെട്ടതിനാൽ കക്ഷിയാക്കണമെന്നാണ് ആവശ്യം. കക്ഷി ചേരാൻ UGCയും അപേക്ഷ നൽകും. VC നിയമനത്തിലെ കോടതി ഇടപെടൽ നിർണായകമാകും. സംഘപരിവാർ അജണ്ടകൾ എങ്ങനെയും നടപ്പാക്കാനുള്ള നീക്കമാണ് കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ചിട്ടും ഗവർണർ തുടരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. ഇതാണ് റജി ലൂക്കോസ്. നോക്കൂ, സംഘപരിവാർ വൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേരള VCക്ക് മുട്ടുകുത്തേണ്ടി വന്നു. ചില സാഹചര്യങ്ങൾ ഈ മിനി കാപ്പൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ ഇവിടെ നോക്കൂ, ഗവർണറുടെ നീക്കത്തിൻ്റെ വിചിത്രമായൊരു നീക്കം. അതായത് അതിഥി എത്തി വീട്ടുകാരനെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. കാരണം ഭരണഘടനാ സ്ഥാപനമാണ് എങ്കിൽ പോലും അതിന് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ നിലനിൽക്കേണ്ട ഒന്നാണ്. എപ്പോഴും അതിൻ്റെ പ്ലഷർ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഭരണഘടന പറയുന്നുണ്ട്. ഗവർണറെ സംബന്ധിച്ചാലും പ്രസിഡന്റിനെ സംബന്ധിച്ചാലും ഒക്കെ അതിനെയൊക്കെ മാറ്റിമറിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ നോക്കൂ, കോടതിയുടെ വിധിയെത്തിയാണ്. കോടതിയുടെ വിധിയെത്തുമ്പോൾ കോടതി പറയുന്നു മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല, നിയമനിർമ്മാണ സഭയുടെ താല്പര്യങ്ങളാണ്, ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും താല്പര്യങ്ങൾക്കാണ് ഗവർണർ വശംവദമാകേണ്ടത് എന്ന് എത്രയോ ഉത്തരവുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് മാറ്റണം. നിയമനത്തിൽ ഉള്ള അദ്ദേഹത്തിന് കോടതി നൽകിയ, മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് കോടതി നൽകിയ ആ ആവശ്യത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ഹർജി നൽകുകയാണ്. എന്തൊരു വിചിത്ര നീക്കമാണിത്. വാസ്തവത്തിൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ അജ്ലേക്കർ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ലെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി പദം തന്നെ എടുത്തു കളയണമെന്നുള്ള ഒരു ഉദ്ദേശമാണ്, അങ്ങനെ ഒരു ചിന്തയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഏകാധിപത്യ രാജ്യത്ത് ഒരു ഏകാധിപത്യ പോലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു കാവി വൽക്കരണത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഗവർണർ ഇത്ര വിചിത്രമായ രീതിയിലുള്ള ഒരു ഹർജി സുപ്രീം കോടതി കൊടുക്കുമ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിക്കണമായിരുന്നു. ഇന്ത്യൻ ഭരണഘടന പോലും കാവ്യവൽക്കരിക്കാനും തിരുത്താനും വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ 400 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ BJPക്ക് ഇന്ത്യയിലെ ജനങ്ങൾ അത് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും കൊടുത്തില്ല. അങ്ങനെയുള്ള ഒരു ഇന്ത്യ, ഒരു ജനാധിപത്യ ഇന്ത്യയിൽ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കേരളം മാത്രമല്ല, തീരുമാനം വരുമ്പോൾ സ്വാഭാവികം അത് രാജ്യം മുഴുവനായിട്ട് സുപ്രീം കോടതി വിധി വരുത്തുള്ളൂ. അത് ഈ ഗവർണർക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഗവർണർ വൈസ് ചാൻസലർ തീരുമാനിക്കുന്ന ഇതിലെ മുൻഗണന ഇതിൽ കൊടുക്കാൻ പാടില്ല, അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന തിരുത്തി എഴുതി ഒരു കാവ്യ ഭരണഘടന ഉണ്ടാക്കണം എന്നൊരു ഹർജിയാണ് വാസ്തവത്തിൽ അതിലൂടെ ഉദ്ദേശിക്കുന്ന ഇദ്ദേഹം. അല്ലെങ്കിൽ അദ്ദേഹം അതിലൂടെ ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സുപ്രീം കോടതി 2024-ലും 2023-ലും തമിഴ്നാട് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധിയുണ്ട്. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഭരണഘടന ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭ തീരുമാനിക്കുന്ന ഏത് കാര്യവും ഗവർണർ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് ശിരസാ വഹിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കണം. വേണമെങ്കിൽ സംശയങ്ങൾ ചോദിക്കാൻ രണ്ടാമതൊന്നുകൂടെ സബ്മിറ്റ് ചെയ്യാൻ ഇദ്ദേഹം ഒപ്പിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഈ പറയുന്ന നിയമ വ്യവസ്ഥയെ ആദ്യം ഇന്ത്യയിൽ ലംഘിച്ച ഗവർണർമാരിൽ 3 പേരിൽ അതിന് കുപ്രശസ്തി നേടിയ ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. 12ഓളം ബില്ലുകൾ, അതിൽ നിർണായകമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയെ പോലും ബാധിക്കുന്ന ബില്ലുകൾ അദ്ദേഹം പിടിച്ചു വെച്ചു. അതിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ നിവൃത്തിയില്ലാതെ കൊണ്ട് 3 എണ്ണത്തിൽ ഒപ്പിട്ടിട്ട് ബാക്കി രാഷ്ട്രപതിക്ക് റെഫർ ചെയ്തു. അതായത് ഇന്ത്യയിലെ ജനാധിപത്യം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളാണ് ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ
ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്ക് ഒരു വിലയുമില്ല എന്നാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കം കുറിച്ചു. ഇത് തന്നെയാണ് ഇത് പശ്ചിമ ബംഗാളിൽ നിന്ന് ഉപരാഷ്ട്രപതിയിലേക്ക് പോയ ഗവർണർ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ആ ഗവർണർ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്ത നിരന്തര പോരാട്ടങ്ങൾ. അപ്പൊ അതിന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ജനാധിപത്യം വഴങ്ങത്തില്ല, ഇവർക്ക് കാവ്യവൽക്കരണം മാത്രമേ വഴങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ അത്ഭുതമല്ലേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭരണഘടന, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞു ഇവര് ഭരണഘടന വായിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. ഒരിക്കലെങ്കിലും അതൊന്ന് വായിച്ചു നോക്കിയിട്ടില്ലേ? അംബേദ്കർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അംബേദ്കർ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന് പറയാൻ ഒരു ഗവർണർ, അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഒരു ഗവർണർക്ക് സുപ്രീം കോടതി സമീപിക്കാൻ പറ്റുക? അതാണ് ഈ ജനപ്രാതിനിധ്യ നിയമങ്ങളുടെയും ഭരണഘടനയുടെയും ഒക്കെ അന്തസ്സിനെതിരായി അല്ലെങ്കിൽ അന്തസത്തക്കെതിരായി നീങ്ങും എന്ന സംഘപരിവാറിൻ്റെ അർദ്ധപാസിസ്റ്റ് രീതികളാണ് ഇതിൽ നിന്ന് വരുന്നത്. ശരിയായിരിക്കാം, ഹർജി ഒരാളുടെ അവകാശമായിരിക്കാം, പൗരൻ്റേത്. പക്ഷേ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ആവശ്യത്തിന് നിദാനമാകുന്നത് എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമാകുന്നത്. വളരെ നന്ദി റജി ലൂക്കോസ്, ശക്തമായ നിരീക്ഷണങ്ങൾ മുമ്പോട്ട് വെച്ചവർ. എന്തായിരുന്നാലും ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.